സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. ഇന്ന് ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ആലോചന, ഭയപ്പെടണ്ട, ശക്തനായവൻ, നമ്മെ സംരക്ഷിക്കാൻ അധികാരമുള്ളവൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? കർത്താവ് യേശു കൂടെ ഉണ്ടായിരുന്ന ബോട്ടിൽ വള്ളത്തിൽ കൊടുങ്കാറ്റടിച്ച് തകരാൻ പോകുന്ന സമയത്ത്, തകരുമെന്ന് ഭീതിപ്പെടുന്ന സമയത്ത് അവർ നിലവിളിച്ചു പറയുകയാണ്, യേശുവിന്റെ ശിഷ്യന്മാർ നിലവിളിച്ചു പറയുകയാണ്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? കർത്താവ് ഇന്ന് പറയുന്ന ആലോചന, നീ നശിക്കില്ല. കർത്താവ് അറിയാതെ, അവൻ അനുവദിക്കാതെ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഹല്ലേലൂയ. കാരണം നാം കർത്താവിൻ്റെ കയ്യിൽ സുരക്ഷിതരാണ്. അവൻ്റെ കയ്യിൽ അവൻ ഒരിക്കലും നമ്മളെ മായ്ച്ചു കളയാൻ കഴിയാത്ത വിധത്തിൽ വരച്ചിരിക്കുകയാണ്. ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. അത്രമാത്രം ദൈവം നമ്മളെ കരുതുകയാണ്, സൂക്ഷിക്കുകയാണ്. നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ ബന്ധം അത്ര വലുതാണ്. ഹല്ലേലൂയ. 65-ാമത്തെ സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു. സമുദ്രത്തിന്റെ കോപം, മുഴക്കം, തിരമാലകളുടെ കോപം, ജാതികളുടെ കലഹം. അപ്പൊ എല്ലാ മേഖലയിൽ നിന്നും പ്രശ്നങ്ങൾ ഒരുപോലെ വരുമ്പോൾ അത് പ്രകൃതി ശക്തികളുടെ ഭാഗത്തുനിന്ന് വന്നാലും, സമൂഹത്തിൽ നിന്ന് മറ്റ് രാജ്യങ്ങളുടെ ഭാഗത്ത് വന്നാലും, കുടുംബത്തിന്റെ അകത്തുനിന്ന് കയറി വന്നാലും, കർത്താവ് ഇതിനെയൊക്കെ ശമിപ്പിക്കാൻ കഴിയുന്നവനാണ്. ശമിപ്പിക്കാൻ കഴിയുന്നവങ്കിലേക്ക് ഓടിച്ചെല്ലണം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുമെന്നാണ് സദൃശവാക്യത്തിൽ 18-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. ആ ടവറിലേക്ക്, ആ ഗോപുരത്തിലേക്ക് ഒരു ദൈവത്തിന്റെ ഭക്തനെ ഓടിച്ചെല്ലാം അവനെ അവിടെ സംരക്ഷിച്ചുകൊള്ളും. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ മക്കൾക്ക് ഓടി ഒളിക്കുവാൻ, ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാനുള്ള ബങ്കർ എന്ന് പറയുന്നത് സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാനുള്ള സ്ഥലം, ശത്രുവിന് തൊടാൻ പറ്റാത്ത സ്ഥലം, അത്യുന്നതനായ ദൈവത്തിന്റെ മറവിൽ, അവന്റെ ചിറകിന്റെ നിഴലിൽ ദൈവം നമുക്ക് അഭയം ഒരുക്കിയിട്ടുണ്ട്. അവൻ അറിയാതെയും അവൻ അനുവദിക്കാതെയും തലയിലെ ഒരു മുടി പോലും നിലത്ത് വീഴുകയില്ല. അത്രമാത്രം സംരക്ഷണം ഉറപ്പും ദൈവം തരികയാണ്. തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും അവ ശമിപ്പിക്കും. ഹല്ലേലൂയ. എവിടെയൊക്കെ പ്രശ്നങ്ങൾ എഴുന്നേറ്റാലും, എവിടെയൊക്കെ പ്രതിസന്ധികൾ വന്നാലും ദൈവമക്കളെ ദൈവം സംരക്ഷിക്കുവാൻ ശക്തനാണ്. ബാക്കിയുള്ളവരെ നടത്തുവോ ഇല്ലയോ എന്നുള്ളതല്ല ഇന്ന് പരിശുദ്ധാത്മാവൻ നിങ്ങളോട് പറയാനുള്ളത്. നിന്നെ നടത്താൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. കർത്താവ് ഉറക്കമുണർന്നിട്ട് യേശു ഉറക്കമുണർന്നു കഴിഞ്ഞപ്പോൾ യേശു പറയും, അല്പവിശ്വാസികൾ നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത്? എഴുന്നേറ്റ് അവൻ കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തത ഉണ്ടായി. നമ്മുടെ അവിശ്വാസം കൊണ്ടും സംശയം കൊണ്ടും ഒക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. എന്താ നടക്കാൻ പോകുന്നത്, എന്തൊക്കെ നടക്കാൻ പോകുന്ന അറിയുന്നില്ല. കർത്താവെ, ഞങ്ങളെല്ലാം ആകെ അകപ്പെടുകയാണ്, കഷ്ടപ്പെടുകയാണോ എന്ന് പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഇത്ര ഭീരുക്കളാകാൻ എന്ത്? അവൻ എഴുന്നേൽക്കും. അവൻ എഴുന്നേറ്റു കടലിനെയും കാറ്റിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. അതെ, ദൈവം നിങ്ങൾക്ക് ശാന്തത തരും. ദൈവം പ്രതിസന്ധികൾക്ക് ശാന്തത തരും. ദൈവം യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യും. ഹല്ലേലൂയ. കാറ്റും കോളും തിരമാലകളും അടിച്ച് പടകിനെ തകർക്കാൻ നോക്കുമ്പോഴും പൗലോസിനോട് ദൈവം പറയുകയാണ്, കപ്പൽ തകർക്കാൻ നോക്കുമ്പോൾ പൗലോസിനോട് ദൈവം പറയുകയാണ്, നീ ഭയപ്പെടണ്ട, നീ കൈസരുടെ മുമ്പിൽ നിൽക്കും. കപ്പലിനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ദോഷവും വരികയില്ല, നിങ്ങളുടെ പ്രാണന് ദോഷം വരികയില്ല. ആമേൻ. അതെ, നിങ്ങൾ എവിടെയായിരുന്നാലും ദൈവം നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങളുടെ പ്രാണനെ തൊടാൻ ശത്രുവിനെ ദൈവം സമ്മതിക്കില്ല. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 41-ാം വാക്യം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നീ ഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അതെ, താങ്ങുവാൻ ഒരു കരമുണ്ട്, സംരക്ഷിക്കുവാൻ ഒരു ദൈവമുണ്ട്. സക്കറിയ പ്രവചനം 2-ന്റെ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ അവർക്ക് ചുറ്റും തീമതിലായിരിക്കും. ദൈവജനത്തിന് ചുറ്റും, ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കുന്ന ജനത്തിന് ചുറ്റും ദൈവം തീമതിലായിരിക്കും. ഒരു ഫയർ വോളായിട്ട് നിങ്ങളുടെ ചുറ്റും ദൈവത്തിന്റെ സാന്നിധ്യം കാവൽ ചെയ്യുന്നുണ്ട്.
ഹല്ലേലൂയ. 89 സംഘത്തിൽ 9 വാക്യം, നീ സമുദ്രത്തിന്റെ ഗർവത്തെ അടക്കി വാഴുന്നു, തിരമാലകൾ പൊങ്ങുമ്പോൾ അവയെ അമർത്തുന്നു. എവിടെയൊക്കെ തിരമാലകൾ ആർത്തലച്ച് പൊങ്ങിയാലും വിഴുങ്ങിക്കളയുമെന്ന് ഭാവിച്ചാലും കർത്താവ് അതിനെ അമർച്ച ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. പ്രതിസന്ധികളെ അമർച്ച ചെയ്യുന്ന ദൈവം, എത്ര ഉയർന്നു പോകുന്ന തിരമാലയും അടക്കുവാൻ അധികാരമുള്ള ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം, ശാന്തത വരുത്തുന്ന സാന്നിധ്യം വെളിപ്പെടട്ടെ. സമുദ്രത്തിന്റെ കോപത്തെ ശമിപ്പിക്കുന്നവന്റെ സാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിനകത്ത് പ്രതിസന്ധികൾക്ക് ശമനം വരുത്തട്ടെ. ആമേൻ. കർത്താവ് ഇന്ന് ആ ഒരു ദൂത് നമ്മോട് സംസാരിക്കുമ്പോൾ കർത്താവിന്റെ വചനത്തിൽ നമുക്ക് ഉറയ്ക്കാം. അവന്റെ സാന്നിധ്യം നമ്മെ സഹായിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരങ്ങുമറിയുന്ന ഏതൊക്കെ പ്രശ്നങ്ങളായിട്ടാണ് നിങ്ങൾ ഇന്ന് ഇരിക്കുന്നതെങ്കിലും, ഇന്ന് നിങ്ങളായിരിക്കുന്നതെങ്കിലും, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ശാന്തത തരുവാൻ, നിങ്ങളുടെ പടകിനെ സ്വസ്ഥമായ സ്ഥലത്തെത്തിക്കുവാൻ ദൈവം ശക്തനാണ്. ദൈവം നിങ്ങളുടെ ആയുസ്സിന്റെ പൂർത്തീകരണവും നിങ്ങളുടെ അധ്വാനത്തിന്റെ പ്രതിഫലം നിങ്ങൾ കാണും. ദൈവം നിങ്ങൾക്ക് നൽകിത്തരും. ഹല്ലേലൂയ. വിശ്വസിക്കുക, കർത്താവ് കൂടെയുണ്ട്. പ്രിയ കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ വചനം കേൾക്കുന്നതിന്റെ പ്രിയപ്പെട്ടവര്, കർത്താവെ, ഏതൊക്കെ തരത്തിൽ ഭീതിയിലൂടെ കടന്നു പോവുകയാണെങ്കിലും, ഭാരങ്ങളിലൂടെ കടന്നു പോവുകയാണ്, ആശങ്കകളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, കർത്താവ് നിന്റെ സാന്നിധ്യം ഉറപ്പായി കൂടെ ഉള്ളതുകൊണ്ട് കാറ്റെ അടങ്ങ്, കടലെ ശാന്തമാകുക എന്ന് പറഞ്ഞവൻ ശാന്തത വരുത്തുവാൻ, കലഹങ്ങളെ ശമിപ്പിക്കുന്നവൻ മക്കൾക്ക് സ്വസ്ഥത നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൂടെ നിന്ന് സഹായിക്കണം. കർത്താവെ, മക്കൾ ദൈവികമായ പദ്ധതികളും നന്മകളും വാഗ്ദത്തങ്ങളും പ്രാപിക്കട്ടെ. തടസ്സങ്ങളൊക്കെ മാറിപ്പോകട്ടെ. അവിടുത്തെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൂടെ നിൽക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് കൂടെയുണ്ട്. എല്ലാ കലഹങ്ങളും ശമിപ്പിച്ച് ദൈവികമായ സ്വസ്ഥതയിലൂടെ ദൈവം നിങ്ങളെ നടത്തും. ഈ സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ പീസ്ഫുൾ ഡേ.